നന്ദേട്ടാ നമസ്കാരം. നമസ്കാരം. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പുതിയ കരട് മാർഗരേഖയെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉം. നമ്മൾ കരുതിയത് കുറേ കാലങ്ങളായിട്ട് ഗവർണർ സർക്കാർ പോരിനൊരു തിരശീല വീഴുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, വീണ്ടും പോര് മുറുകുകയാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ നിഷേധിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട് കേരളം തയ്യാറാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ പുതിയ മാർഗരേഖ ഭരണഘടനാ വിരുദ്ധമാകുന്നത്? കാരണം സംസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് സത്യത്തിൽ എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെങ്ങനെയാണ് രണ്ടുപേരും ചേർന്നതിന് എതിരായിട്ട് പ്രമേയം പാസ്സാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കേരള നിയമസഭേൻ്റെ പേരിൽ പാസ്സാക്കാം. കാരണം കേരള നിയമസഭയിൽ ഇതിനു മുമ്പ് കൂട്ടായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊന്നും കേരളീയർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേരളീയരുടെ സർവനാശത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമാണ് കൂട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അല്ല, കാരണം അതിനകത്ത് ഒരു രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ട് എതിർപ്പ് വിഷയങ്ങളിലാണെങ്കിൽ കൂട്ടായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ തന്നെ സമാനമായിട്ടുള്ളതാണ്. കാരണം കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന് വിദ്യാഭ്യാസം പരിശോധിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പോഴത്തെ മന്ത്രിക്ക് മാത്രമൊന്നുമല്ല പങ്ക്, ഇതിനു മുമ്പത്തെ മന്ത്രിമാർക്കൊക്കെ പങ്കുണ്ട്. നല്ല എക്സാമ്പിൾ ഇവർ തന്നെ എടുത്താൽ UGCയുടെ കണക്ക് പ്രകാരം 1960കളിൽ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ സ്ഥാനം 23ാം സ്ഥാനത്താണ്. അങ്ങനെ കേരളം തകർന്നു പോയി. കാരണം കേരളത്തിലെ വൈസ് ചാൻസലർമാരെ കുറിച്ചുള്ള വലിയ തർക്കം നടന്നിട്ടുണ്ട്. ഇപ്പോൾ വിളനിലത്തെ പോലുള്ള ആൾ വൈസ് ചാൻസലറായി കേരള യൂണിവേഴ്സിറ്റിയുടെ. അന്ന് SFIക്കാരെ സമരം നടത്തിയത് അദ്ദേഹത്തിന് ഡിഗ്രിയെ ചൊല്ലിയിട്ട് തർക്കം. എനിക്ക് ഡിഗ്രിയെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഏതൊക്കെയാണെങ്കിലും അത് വ്യാജ ഡിഗ്രിയാണെന്നൊക്കെ പറഞ്ഞൊരു വലിയ ആരോപണം ഉന്നയിച്ചിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, SFI ആണ്, DYFI ആണ്. അവരെല്ലാവരും കൂടി സമരം നടത്തി. അങ്ങനെ അതേ സമയത്ത് ഇവർ വെച്ചിട്ട് ആളുകൾ ആരൊക്കെയാണ്? ഇപ്പോഴത്തെ നിലവിൽ വച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം UGCയുടെ നോംസ് കംപ്ലീറ്റ് മാറ്റി വരച്ചുകൊണ്ടാണ് ഇവർ വൈസ് ചാൻസലേഴ്സിനെ വയ്ക്കുന്നത്. ഇവർ വൈസ് ചാൻസലേഴ്സിന് ആർക്കാ എന്ത് കാര്യത്തിൽ പരിജ്ഞാനമുള്ളത്? ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ കണ്ണൂർ വൈസ് ചാൻസലർ ആയിരുന്ന ആളാണ് അതെ, ഗോപിനാഥ് രവീന്ദ്രൻ. എന്താ ഗോപിനാഥ് രവീന്ദ്രൻ്റെ ക്വാളിഫിക്കേഷൻ? അദ്ദേഹം ഇടതുപക്ഷ ചരിത്രകാരനെന്നാണ്. അദ്ദേഹത്തിന് എന്ത് ചരിത്രം അറിയാവുന്നത്? ഒരു ചരിത്രം അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നൊരു പണിയുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഡൽഹിയിൽ ഒരു പ്രകടനം നടന്നിരുന്നു. അതായത് CPMൻ്റെ പ്രകടനമാണ്. അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനം. ആ പ്രകടനത്തിനകത്ത് കൊടിയും പിടിച്ചുകൊണ്ട് നടന്നിരുന്ന പോയ ആളായി പുള്ളി. വൈസ് ചാൻസലർഷിപ്പ് നഷ്ടപ്പെട്ടതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ഡൽഹിയിലെ തെരുവിൽ കൂടി ആ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ചിത്രം എൻ്റെ കൈവശമുണ്ട്. ഇത്രയും മോശപ്പെട്ട മനുഷ്യനാണ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവുക. അപ്പോൾ UGC പറയുന്നത് അങ്ങനെയല്ല. UGC പറയുന്നത് വിദ്യാഭ്യാസമുള്ള എലിജിബിളായിട്ടുള്ള ആളുകൾ വൈസ് ചാൻസലേഴ്സായിട്ട് വരണം. അവർ രാഷ്ട്രീയം അല്ലല്ലോ വിഷയം. രാഷ്ട്രീയം നോക്കാൻ പാടില്ല. അതിന് നോക്കേണ്ട ആവശ്യമില്ല. അവർ വിദ്യാഭ്യാസ യോഗ്യത നോക്കണം, അവർ എക്സ്പീരിയൻസ് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് വരുന്നവരായിരിക്കണം വൈസ് ചാൻസലേഴ്സ് എന്ന് UGC പറഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ കേരള സർക്കാരിന് സാധ്യമല്ലെന്നാണ് അവർ പറയുന്നത്. കേരളത്തിൽ കാര്യത്തിൽ ഭരണകക്ഷിയില്ല, പ്രതിപക്ഷവും ഇല്ല. ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കേരളവും തമിഴ്നാടും. അതെ, കേരളവും തമിഴ്നാടും നല്ല വിശിഷ്യ കേരളം എന്ന് വിചാരിച്ചാൽ മതി. തമിഴ്നാടിനെ സംബന്ധിച്ച് വേറൊന്നുണ്ട്. അവസാനം ആത്യന്തികമായിട്ട് തമിഴ്നാടിന് ഗുണം കിട്ടും എന്നൊക്കെ തോന്നിയാൽ DMK മലക്കം മറിയും. ഒരു സംശയം നമ്മൾ വിചാരിക്കേണ്ട. ADMK അങ്ങനെ മലക്കം പറഞ്ഞിട്ടുണ്ട്. കാരണം തമിഴ്നാടിന് എപ്പോഴും ആത്യന്തികമായിട്ട് ലക്ഷ്യം തമിഴ്നാടിൻ്റെ വികസനമാണ്. കേരളത്തെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ അങ്ങനെയല്ല. കേരളത്തിൻ്റെ വികസനം കേരളത്തിലെ 2 മുന്നണികളെ സംബന്ധിച്ചും അവരുടെ വിഷയമേ അല്ല. അപ്പോൾ കേരളത്തിന് ആത്യന്തികമായിട്ട് നാശം വന്നാലും ഇവരതിനകത്ത് കിട്ട് ഒപ്പിടുകപ്പം ഒരു സംശയം വിചാരിക്കാനില്ല. അങ്ങനെയാണല്ലോ അനുഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ബില്ലിനെ സംബന്ധിച്ച്, യൂണിവേഴ്സിറ്റിയുടെ പുതിയ നിയമത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിജ്ഞാനം ഇവർക്ക് ആർക്കാണുള്ളത്? ഇവരതിനെക്കുറിച്ച് ആരാണ് പഠിച്ചിട്ടുള്ളത്? ഇപ്പോൾ അതിനെക്കുറിച്ച് ഗവർണർ പറഞ്ഞല്ലോ, ഞാൻ UGCയുടെ നോംസ് അനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. ആ നോംസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വൈസ് ചാൻസലറാണ് ഒരു വൈസ് ചാൻസലറല്ല, ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അദ്ദേഹം ആ അധികാരം കൃത്യമായിട്ട് വിനിയോഗിക്കും. അങ്ങനെ വിനിയോഗിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത്, യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗങ്ങളുടെ അധ്യക്ഷൻ ഇനി മുതൽ ഗവർണറായിരിക്കും. ഇപ്പം ഇത്ര നാളാരായിരുന്നു? വൈസ് ചാൻസലർ ആണ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുക. ഗവർണറെ വല്ലപ്പോഴും വിളിച്ചാൽ അവിടെ ഉദ്ഘാടനം ചെയ്യിച്ച് മടക്കി വിടും. അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഇവർ തന്നെയുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇവർക്ക് വേണ്ടപ്പെട്ട രീതിയിലാണ്. സിലബസ് കമ്മിറ്റിയിലടക്കം വൈസ് ചാൻസലേഴ്സ് ഇടപെട്ടു വെച്ച് തെറ്റൊന്നുമില്ല. അതിനകത്ത് വരുന്ന ഇവരുടെ സിലബസിനെ കുറിക്കുന്ന തെറ്റായിട്ട് സിലബസ് ഇവർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠന നിലവാരം കേരളത്തിൽ താഴ്ന്നു പോയതിൻ്റെ കാരണം കേരളത്തിലെ പാഠ്യപദ്ധതിയാണ്. അത് തയ്യാറാക്കുന്നവരാണ്.
അത് തയ്യാറാക്കുന്ന ഒരു സബ്ജക്റ്റ് എക്സ്പേർട്സ് അല്ല, ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതിന് നിർഭാഗ്യവശാൽ രണ്ടുപേരും ഒരേപോലെ തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നമുള്ളത്. ഈ പുതിയ കരട് ചട്ടത്തിൽ പറയുന്നത് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിൽ ഗവർണർക്കാണ് പൂർണ്ണമായിട്ടുള്ള അധികാരം. അതിലൂടെ സംസ്ഥാനത്തിൻ്റെ ഒരു അവകാശത്തെ മുഴുവൻ കാർന്നു നിന്നുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അല്ല, ഇത്രയും കാലം സംസ്ഥാന സർക്കാർ കൈവശപ്പെടുത്തി വച്ചിരുന്നൊരു അധികാരമുണ്ട്. വൈസ് ചാൻസലർ നിയമിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഏതെങ്കിലും സഖാവ് മറ്റേ രവീന്ദ്രനാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ. ചേട്ടൻ പറയുന്നത് ഇതിലൊരു കേന്ദ്രീകരണം തീർച്ചയായിട്ടും ആവശ്യമാണ്, അതിനൊരു സംശയമില്ല. കാരണം നിയമപരമായിട്ട് UGC നോംസിനെ ധിക്കരിക്കുന്ന നിലപാടുകളാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൻ്റെ സർക്കാരുകളെ നിവർത്തിച്ചു വന്നിട്ടുള്ളത്. അവർ സ്വന്തക്കാർ മാത്രം നിയമിക്കുന്ന പോസ്റ്റുകളാണ് വൈസ് ചാൻസലർഷിപ്പ്. എല്ലാ പോസ്റ്റിലും എങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ മറ്റുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ ഈവൻ ടു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. കേരളത്തിൽ മാത്രമാണല്ലോ 17 പേരുള്ളത്. ഇവിടെ കേരളത്തിൽ പോപ്പുലേഷൻ വന്നിട്ട് 4 കോടിയുണ്ട്. 24 കോടി ആളുകളാണ് UP യിലുള്ളത്. അവിടെ അതിനകത്ത് ആപ്പടെ 7 പേര് 9 പേര് മറ്റേ അവിടെ ഉണ്ട്. എനിക്കറിയാം, അവിടുത്തെ പലരെയും എനിക്ക് നേരിട്ടറിയാം. അങ്ങനെ വളരെ കുറച്ച്, ഇത്രയും ഒന്നും ആളുകളൊന്നും ആവശ്യമില്ല. ഇവിടുത്തെ വൈസ് ചാൻസലേഴ്സ് പലരും നിയമനം നടക്കുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്. അത്തരം രാഷ്ട്രീയ നിയമനങ്ങളെ ഒരു കാരണവശാലും UGC അക്സെപ്റ്റ് ചെയ്യില്ല, അംഗീകരിക്കില്ല. അത് ഈ നോംസിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ പോലെ ഗവർണർ അധ്യക്ഷം വഹിക്കാൻ പോവാണ്. അടുത്ത കേരള യൂണിവേഴ്സിറ്റിയുടെയും ഒരുപക്ഷെ MG യൂണിവേഴ്സിറ്റിയുടെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സെനറ്റ് യോഗങ്ങളിൽ കേരളത്തിൻ്റെ ഗവർണർ വന്നിട്ട് അധ്യക്ഷം വഹിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വരുന്ന സമയത്താണ് യഥാർത്ഥമായിട്ട് ചർച്ച നടക്കുന്ന അപ്പോഴാണ്. അങ്ങനെ ചർച്ച നടക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നിലവാരം കൂട്ടണം. നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കണമെന്നേ. ഇപ്പം ഇവരുടെ നിലപാട് എന്താ? ഈ കുട്ടികൾ മുഴുവൻ പുറത്തേക്ക് പോയിക്കോട്ടെ എന്നാ. പക്ഷെ ഇവർ പറയുന്നത് ഈ കേന്ദ്രീകരണത്തിലൂടെ ഈ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരം ഇല്ലാതായി തീർക്കുകയും ഒരു സംഘപരിവാർ സംസ്കാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നുള്ളതാണ് പക്ഷേ. ഇവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ മൊത്തം കൈയിട്ട് വരിക, അത് കഴിഞ്ഞ് സ്വന്തക്കാരെ നിയമിക്കുക. ഇതാണല്ലോ ഇവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ. ഇവർ വച്ചിരിക്കുന്ന വൈസ് ചാൻസലർമാരുടെ നിലവാരം നോക്ക്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ KN പണിക്കരായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ കുറേ ആളുകൾക്ക് വന്നു. ഇവർക്ക് ആർക്കൊക്കെ സംസ്കൃതം അറിയാം? സംസ്കൃതം അറിയില്ലല്ലോ. ഇവർ സംസ്കൃതത്തിൽ സംസാരിക്കേണ്ട. സംസ്കൃത അക്ഷരലിപി ഇവർക്ക് നിശ്ചയമുണ്ടോ? ആ ലിപി നിശ്ചയമില്ലല്ലോ. ഇല്ല എന്ന് മാത്രമല്ല, പണിക്കർ ഏത് കാര്യത്തിലാണ് എക്സ്പെർട്ട്? ചരിത്രത്തിലാണെന്നാണ് പറയുക. ആ ചരിത്രത്തിൽ പുള്ളിയുടെ ഏർപ്പെടെന്താ? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിന് അരുൺ ഷൗറിയുടെ പുസ്തകം. അതായത് ചേട്ടൻ പറയുന്ന ഒരു മാർക്സിസ്റ്റ് സംസ്കാരം തിരികെ കയറ്റാനുള്ള ശ്രമം തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സംസ്കാരത്തെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലുള്ള വലതുമുന്നണിയും ഇടതുമുന്നണിയും. 2 മുന്നണികളും UDFും LDFും ഈ പറയുന്ന ഇടതുപക്ഷ സ്വഭാവമുള്ളവരാണ് 2 പേരും. ഈ ഇടതുപക്ഷ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറയുക, ആ സാധനത്തിന് വേണ്ടിയിട്ട് കയ്യും കാലിട്ടടിക്കുക, അതിനു വേണ്ടിയിട്ട് നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുക, എല്ലാ ആനുകൂല്യങ്ങളും പറ്റുക, ഞങ്ങൾ ആനയാണെന്ന് പറയുക, ഞങ്ങൾക്ക് ഭയങ്കര വിദ്യാഭ്യാസമാണെന്ന് പറയുക, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് പറയുക. അത് ഈ പഴയൊരു കഥയുണ്ടല്ലോ പായ്, ആണ്ടി പറഞ്ഞാൽ പോരല്ലോ ആണ്ടി തല്ലുകാരനാണെന്നുള്ള വരും. നാട്ടുകാർ പറയണ്ടേ? ഈ നാട്ടുകാർ പറയുന്നതിനകത്ത് അങ്ങനെ പറയാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഈ മലയാളികളായിരിക്കുന്ന ആളുകൾ ഒരു സമയത്ത് ഡൽഹിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പിലും മലയാളിയാണ്. ധനകാര്യ വകുപ്പിൽ, വിദ്യാഭ്യാസ വകുപ്പിൽ, NBTയിൽ, ICHRൽ, ICPRൽ ഈ സ്ഥാപനങ്ങളൊക്കെ മലയാളികളായിരുന്നു. ഇപ്പോൾ എവിടെയാണ് മലയാളികളുള്ളത്? ഒരു മലയാളി എവിടെയില്ല. കാരണം മലയാളികൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ മലയാളികൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം പോയതിൻ്റെ പേരിൽ സിവിൽ സർവീസിൽ മലയാളിയില്ലപ്പാ. വരുന്ന ആളുകളൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർ ഗുജറാത്തിൽ നിന്ന് വരുന്നവരാണ്, അവർ ബീഹാറിൽ നിന്ന് വരുന്നതാണ്, തമിഴ്നാട്ടിൽ നിന്ന് പോലും വരുന്നവർ അധികം പേരുണ്ട്. മലയാളികൾ എവിടെ എത്തിച്ചേരുന്നില്ലല്ലോ. മലയാളിക്ക് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് മലയാളി സിവിൽ സർവീസിൽ വരണ്ടല്ലേ. അങ്ങനെ ബൗദ്ധിക രംഗത്തുള്ള മലയാളിയുടെ തകർച്ചയ്ക്ക് കാരണം വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ തകർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ യുവാക്കൾ മുഴുവൻ ഈ യൂണിവേഴ്സിറ്റി വിട്ടുകഴിഞ്ഞു. കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏത് സർവകലാശാലയിൽ പോയാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ? പക്ഷേ ഈ പുതിയ ചട്ടപ്രകാരം പറയുന്നത് അധ്യാപകരെ നിയമിക്കുന്നതിൽ PGയുടെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം 4 വർഷത്തെ ഡിഗ്രിയിൽ 75% മാർക്ക് ഉണ്ടെങ്കിൽ അധ്യാപകരായിട്ട് പോകാം, അതിലൂടെ PhD എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതൊരു ഗുണനിലവാരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അധ്യാപകരുടെ ഒരു ഗുണനിലവാരത്തിൽ. അല്ല, അധ്യാപക സംഘടനകൾ അടക്കമാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും കഴമ്പില്ലാത്തതാണ്.
അധ്യാപക സംഘടനകൾ കേവലം ട്രേഡ് യൂണിയനാണ്. അവരെ സംബന്ധിച്ച് ഇത് വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഞാൻ എക്സാമ്പിൾ പറയാം, കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഉപജ്ഞാതാവ് സി കേശവനാണെന്ന്. ഈ പറയുന്ന യൂണിയൻ ഒന്നുണ്ടായിരുന്നില്ലേ? ആരാ സി കേശവൻ? അങ്ങനെ എവിടെ സമരത്തിലുണ്ടായിരുന്നത്? ടി കെ മാധവനായിരുന്നല്ലോ സമരത്തിലുണ്ടായിരുന്നത്. ഈ പേരുകൾ മാറ്റി കള്ളച്ചരിത്രം എഴുതുന്ന കാര്യത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഇതിനെ പോഷിപ്പിക്കുന്നവരാണ് ട്രേഡ് യൂണിയൻകാർ. പക്ഷേ ഈ പുതിയ വിദ്യാഭ്യാസ നയം പി ജിയെ ശരിക്കും അപ്രസക്തമാക്കുകയല്ലേ ചെയ്യുന്നത്? ഈ പി ജി എന്ന് പറയുന്നതിലല്ലോ അർത്ഥമുള്ളത്. കാരണം കുട്ടികൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്രയും കാലം ഉണ്ടായിരുന്നത് പ്ലസ് 1 കഴിഞ്ഞു എന്നിരിക്കട്ടെ, പ്ലസ് 2 പോയിട്ടില്ലെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസം എന്താ? 10ാം ക്ലാസ്. ഇനിയിപ്പോൾ അങ്ങനെയല്ലോ വരിക. അതിന് ഡിപ്ലോമ കോഴ്സുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്, ഡിഗ്രി ഉണ്ട്, 3-4 തലങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട്. കാരണം ഈ കുട്ടിയെ ഓരോ മേഖലയിലും പഠിക്കുന്നതിന് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്, ഇൻ്റർനാഷണൽ ലെവലിൽ അങ്ങനെയാണ്. അതേപോലെ തന്നെ എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ? കേരളത്തിൽ നമ്മൾ ആകാതിരിക്കാൻ പറയുന്ന കാരണം ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നാണ്. ലോകത്തിൽ ആരും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മുടെ കുട്ടികളും കേൾക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കൂ. കാനഡയിലേക്കാണെങ്കിലും ഓസ്ട്രേലിയയിലേക്കാണെങ്കിലും UK US ന്യൂസിലൻഡിലേക്കാണെങ്കിലും ഒക്കെ തന്നെ അവർ പഠിക്കുന്നത് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ നിയമം പോലെയുള്ള അതാത് രാജ്യങ്ങളുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പഠിക്കുന്നത്. അവിടെ ഈ പറയുന്നമാതിരി ഡിഗ്രി PG എന്നുള്ളതൊന്നും വച്ചുകൊണ്ടല്ല വിഷയങ്ങൾ പരിഹരിക്കുന്നത്. കൃത്യമായിട്ട് ഡിഗ്രിയുടെ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഒരു യുവാവിനെ സംബന്ധിച്ച് അയാൾക്ക് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് തിസീസ് സബ്മിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള എലിജിബിലിറ്റി കിട്ടുകയാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിൽ മാത്രമാണോ? അല്ലല്ലോ, ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അതുകൂടി ആകേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അറിവ് നേടുക എന്നുള്ളതാണ്. പക്ഷെ അറിവ് നേടാവുന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിലുണ്ടോ എന്നുള്ള അറിയില്ല. വളരെ ദയനീയമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം. അപ്പോൾ അറിവ് നേടുക എന്നുള്ള ഉദ്ദേശമേ ഇല്ല. ഇന്നിപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ നയവും ആ രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളത് തൊഴിലധിഷ്ഠിതം തന്നെയാണ് വിദ്യാഭ്യാസം. കാരണം വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട മാർഗ്ഗങ്ങൾ മറ്റു പലതുമാണ്. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. കാര്യം തൊഴിലിന് പ്രാധാന്യമുണ്ട്. ആഹാരത്തിന് വലിയ പ്രാധാന്യമില്ലേ? ആഹാരം കഴിക്കാണ്ട് ആൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? ആഹാരം കഴിക്കാൻ ജോലി ചെയ്യണ്ടേ? ഈ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനധിഷ്ഠിതമായിരിക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണം എന്നുള്ളതിന് നിലയ്ക്കാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതി അങ്ങനെ രൂപകൽപ്പന. ഈ ഇടത് അനുഭാവികൾ അടക്കം പറയുന്നത് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് തൊഴിലില്ലായ്മ പെരുകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുവാനായിട്ടുള്ള ഒരു പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ അതിനെയും എതിർക്കുകയാണ്. അല്ല, അതിനുള്ള കാരണം ഈ പറയുന്ന ഇടതുപക്ഷ യൂണിയനുകൾ പറയുന്നത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. എവിടെയാണ് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് MSME യൂണിറ്റ്സ് ഇപ്പോഴാണുള്ളത്. ആളുകൾ സ്വയം തൊഴിൽ കണ്ടെത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തൊഴിലില്ലായ്മയുടെ ഭാഗമാണ്. സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്ന നിരവധി പേര് തൊഴിലില്ലായ്മ വേതനം മേടിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണല്ലോ ജോലിയിൽ കയറിയിട്ടും 1 കൊല്ലം 2 കൊല്ലം കാലം കഴിഞ്ഞതിന് ശേഷം പല ഗവൺമെൻറ് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം ഈ പറയുന്ന പെൻഷൻ മേടിക്കാനുള്ള കാരണം ഇവരാരും അതിൽ നിന്ന് പേര് വെട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ തൊഴിലിന് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. ഒരു നാടിനെ സംബന്ധിച്ച് തൊഴിലില്ലാണ്ട് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ തൊഴിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. തൊഴിൽ കൊടുക്കുക എന്നതുകൂടിയാണ്. അതുകൂടിയാണ് ലക്ഷ്യം. കേവലം വിജ്ഞാനം മാത്രമല്ല. വിജ്ഞാനം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഓരോരുത്തർക്ക് അവനവൻ്റെ മാർഗം തിരഞ്ഞെടുക്കാം. ആ മാർഗത്തിൽ നിന്ന് ഗൗതം വിജ്ഞാനം തിരഞ്ഞെടുത്തുള്ള വിരോധമില്ല. എനിക്ക് താല്പര്യം തൊഴിലാണ്, അപ്പോൾ ഞാൻ തൊഴിൽ തിരഞ്ഞെടുക്കും. അപ്പോൾ തൊഴിലിനുള്ളവർക്ക് തൊഴിൽ, വിജ്ഞാനത്തിനുള്ളവർക്ക് വിജ്ഞാനം, ഈ രണ്ടും തിരഞ്ഞെടുക്കാനുള്ള സൗകര്യങ്ങൾ ഈ കാലത്ത് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ പോരിലേക്ക് ഗവർണർ സർക്കാർ പോര് വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് കാത്തിരുന്ന് കാണാം. ഇതിന് പോരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് ചില സങ്കല്പങ്ങളുടെ ഒരു ഉടച്ചുവാർക്കൽ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു മാനസിക വ്യഥ എന്ന് മാത്രം അതിനെടുത്താൽ മതി. സങ്കല്പങ്ങളുടെ ഉടച്ചുവാർക്കൽ. അതെ അതെ.